പണ്ട് വളർന്ന ഓർഫനേജിലേക്ക് 3 സുഹൃത്തുക്കൾ ഫാമിലിയായിട്ട് എത്തുന്നു. എന്നാൽ അവിടെ എത്തിയതിൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് പോവാൻ സാധിക്കുന്നില്ല. അവർ അവിടെ നരകയാതനകൾ അനുഭവിക്കുന്നു. ഇതിനു പിന്നിൽ ആരാണ്? എന്താണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. 2019 പുറത്തിറങ്ങിയ ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി മൂവി റാത്തു ഇല്യാമു ഹിറ്റാമാൻ, അതായത് ദ ക്യൂൺ ഓഫ് ബ്ലാക്ക് മാജിക് എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്കെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫാമിലി കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും 3 പിള്ളേരും. ഇയാളാണ് ഹനീഫ്. അടുത്തിരിക്കുന്നതാണ് അയാളുടെ ഭാര്യ നാദിയ. പുറകിലിരിക്കുന്നത് സാൻഡി, ദിന, പിന്നെ ഹക്കി. ഹനീഫ് പണ്ടൊരു ഓർഫനേജിലാണ് വളർന്നത്. അപ്പൊ അവനെ നോക്കിയിരുന്ന ഓണർ ബണ്ടിക്ക് ഇപ്പൊ ഒട്ടും സുഖമില്ലാണ്ടായി. പുള്ളിയെ കാണാൻ വേണ്ടിയാണ് അവനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഫാമിലി ആയിട്ട് കളിച്ചു ചിരിച്ചു പൊക്കോണ്ടിരിക്കവേ കാറ് എന്തിലോ ഇടിച്ചു. അവനിറങ്ങി നോക്കിയപ്പോ റോഡരികിൽ ഒരു മാൻ മരിച്ചു കിടക്കുന്നു. മാനിനെ അല്ലേ ഇടിച്ചതെന്ന് കരുതി അവൻ വണ്ടിയും എടുത്തു പോയി. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഒരു കുട്ടി കിടക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അവൻ ഈ കൊച്ചിനെയാണ് ഇടിച്ചിട്ടത്. ഇതറിയാണ്ട് അവര് ഓർഫനേജിലെത്തി. അവരെ നോക്കി മാമനും സിറ്റയും അവിടെ കാത്തിരിപ്പുണ്ട്. ഇവര് രണ്ടാളും ഓർഫനേജിൽ തന്നെയാണ് വളർന്നത്. ആരും ദത്തെടുക്കാത്തത് കൊണ്ട് അവരവിടെയുള്ള ബാക്കി എല്ലാവരെയും ശുശ്രൂഷിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുവാണ്. സിറ്റയുടെ മുഖത്തിന്റെ ഒരു ഭാഗം പൊള്ളിയിരിക്കുന്നതായി കണ്ട് ഹക്കി, നിങ്ങളുടെ മുഖത്തിന് എന്താ ആന്റി പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോ നാദിയ ചെക്കൻ അധികമൊന്നും ചോദിക്കാതിരിക്കാനായി പിടിച്ച് അടുത്തേക്ക് നിർത്തി. അപ്പോ അവിടേക്ക് വേറെ 2 ഫാമിലി കൂടെ വന്നു. ജെഫ്രി, ആന്റൺ, പിന്നെ അവരുടെ ഭാര്യമാരായ ലിന, ഈവയാണെങ്കിൽ മാസ്കും ഗ്ലൗവും ഒക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അകത്തേക്ക് കയറിയപ്പോ അവരുടെ ഫോണിൽ സിഗ്നൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് പിള്ളേര് പരിഭവം പറഞ്ഞോണ്ടിരുന്നു. ഇവിടെയുള്ള പിള്ളേരൊക്കെ എവിടെ പോയിന്ന് ഹനീഫ് മാമനോട് ചോദിച്ചു. 2 പിള്ളേര് ഇവിടെ ഉണ്ട്, ബാക്കി എല്ലാരും ബസ്സിലെ ടൂറ് പോയേക്കുവാണ്. ഇന്നവര് തിരിച്ചെത്തുമെന്ന് മാമൻ പറഞ്ഞു. ആ 2 പിള്ളേരാണ് ഹസ്ബിയും റാണിയും. പിള്ളേരെല്ലാരും വന്ന് പരിചയപ്പെട്ടു. ഇവര് പിന്നെ ബണ്ടിയെ കാണാൻ ചെന്നു. പുള്ളി ബെഡിൽ തന്നെ വയ്യാതെ കിടക്കുവാണ്. ഹനീഫ് ചെന്ന്, ഇത് ഞാനാ ഹനീഫ്, ആന്റണും ജെഫ്രിയും ഒക്കെ നിങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇതേ സമയം ഭാര്യമാര് 3 പേരും ഹാളിലിരുന്ന് സംസാരിക്കുവാണ്. അവരെല്ലാം ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. മറ്റേ പുള്ളിക്കാരിയാണെങ്കിൽ സാനിറ്റൈസർ ഒക്കെ അടിച്ച് ഭയങ്കര ഗമയിലിരിക്കുവാണ്. പിന്നെ അവരും ബണ്ടിയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി. പുള്ളി എല്ലാവരെയും കണ്ട് അന്തം വിട്ട് കിടന്നു. വയ്യാത്തോണ്ട് അധികം സംസാരിക്കാനൊന്നും അയാൾക്ക് പറ്റത്തില്ല. ഹസ്ബിയും റാണിയും കൂടെ ഇത് ലിവിംഗ് റൂം, ഇത് ബെഡ്റൂം എന്ന് പറഞ്ഞ് അവരെ ഓർഫനേജ് മൊത്തം കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. സാൻഡി അപ്പോ, നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ടെന്ന് ചോദിച്ചു. ഹസ്ബി അതിന്, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഉണ്ട്. റാണി 10 വയസ്സുള്ളപ്പോ അവളുടെ അമ്മ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് റാണി ദേഷ്യപ്പെട്ട്, അമ്മ ഉപേക്ഷിച്ചിട്ട് പോയിട്ടൊന്നുമില്ല, എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ അവരൊരു ദിവസം വരുമെന്ന് പറഞ്ഞ് അവള് മുഖം വീർപ്പിച്ചു. അവര് കിടക്കാനുള്ള മുറിയിലേക്ക് കേറാൻ നേരം ഒരു റൂം കണ്ടിട്ട് ദിന, നിങ്ങൾ ഇവിടാണോ കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഏയ്, ആ മുറി ആരും യൂസ് ചെയ്യാറില്ല, അത് വർഷങ്ങളായി തുറന്നിട്ട് എന്ന് ഹസ്ബി പറഞ്ഞു. എല്ലാരും റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഹക്കി ആ അടച്ചിട്ട റൂം തുറക്കാൻ നോക്കി. അപ്പൊ അവിടേക്ക് റാണി വന്നിട്ട്, ആ റൂം 20 വർഷമായി അടച്ചിട്ടേക്കുവാണ് എന്ന് പറഞ്ഞു. അതെന്താ? അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അകത്തൊന്നുമില്ല. പണ്ടിവിടെ മിറ എന്ന ഒരു സ്ത്രീ ജോലി ചെയ്തിരുന്നു. ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്ന മുർണി എന്ന കുട്ടിയുമായിട്ട് അവര് പുറത്തേക്ക് പോയി. പിന്നീട് അവര് മുർണിയെ ചെകുത്താൻ പിടിച്ചെന്ന് പറഞ്ഞ് അലറി കരഞ്ഞോണ്ടാ കയറി വന്നത്. അവർക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് അവരെ ഈ റൂമിലിട്ട് പൂട്ടി. എല്ലാവരും മുർണിയെ നോക്കി നടന്നു. പക്ഷേ അവളെ കണ്ടെത്താൻ പറ്റിയില്ല. മിറ ഡോറില് തലവെച്ച് ഇടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആരും ഡോറ് തുറന്നില്ല. പിന്നെ എപ്പോഴോ തുറന്നപ്പോ തലച്ചോറൊക്കെ പുറത്ത് വന്ന് അവര് മരിച്ചിരുന്നു. മുർണിയെ കൊന്നത് മിറയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഇപ്പോഴും മിറ ഈ റൂമിലുണ്ടെന്നാണ് പറയാറ്. ഇത് കേട്ട് ആ കൊച്ചു ചെറുക്കം പേടിച്ചെണീച്ചു പോയി. പിന്നെ എല്ലാവരും പഴയ ആൽബം നോക്കി ബണ്ടിയുടെ റൂമിൽ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോ ഹക്കിക്ക് മേശയുടെ അടിയിൽ നിന്ന് ഒരു ആൽബം കിട്ടി. അതിലെ ഫോട്ടോസ് എല്ലാം മടക്കിയാണ് വെച്ചേക്കുന്നത്. ആന്റോ അതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു നോക്കി. ഇത് കണ്ട് ഹക്കി, ആരാ അങ്കിൾ ഇതെന്ന് ആന്റോയോട് ചോദിച്ചു. ഇത് ഞങ്ങളെ പണ്ട് നോക്കിയിരുന്ന സ്ത്രീയാണ് മിറ. ആന്റോയുടെയും ജെഫ്രിയുടെയും ഹനീഫിന്റെയും ഒക്കെ മുഖം വല്ലാണ്ടാവുകയാണ് ഈ കാര്യം പറഞ്ഞപ്പോ. ഓ, അപ്പോ ഇതാണല്ലേ റാണി പറഞ്ഞ ആ സ്ത്രീ. ഇവർക്ക് പ്രാന്തായി റൂമിൽ തലയിടിച്ച് തല പൊട്ടിപ്പടിച്ച അവരല്ലേ ഇവര്. അടുത്ത് നിൽക്കുന്ന കുട്ടിയപ്പോ ആരാ എന്ന് ഹക്കി ചോദിച്ചു. അങ്ങനൊന്നുമില്ല, ഇവർക്ക് വയ്യാണ്ടായി മരിച്ചതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അടുത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ പഴയ കൂട്ടുകാരി മുർണി. അവള് മിസ്സിംഗ് ആണ്. ഇതുവരെ അവളെ ആരും കണ്ടിട്ടില്ല. സംസാരം ഇത്ര ആയതും നാദിയ, ബാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോയി. ഹനീഫ് കാറിൽ നിന്നും കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നു.
അപ്പോ ജെഫ്രിയും ആന്റോണും അവിടേക്ക് വന്നു. ബണ്ടി ഇനി അധിക നാൾ ജീവിക്കില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞ് ഈ സ്ഥലം വിറ്റ് റിസോർട്ടാക്കാനാണ് ബണ്ടിയുടെ മക്കൾ തീരുമാനിക്കുന്നത്. അപ്പോ ആന്റോൺ, നിനക്കറിയില്ലേ ഈ സ്ഥലം വിൽക്കാൻ പറ്റില്ലെന്ന്? അവരിത് വിറ്റാൽ പല സത്യങ്ങളും പുറത്തു വരും. നമുക്ക് നോക്കാന്ന് പറഞ്ഞ് അവര് പോവാൻ നേരം ഹനീഫ് കാറിൽ കുറച്ച് മുടിയും തൊലിയും ചോരയും പറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചു. ഉടനെ തന്നെ ജെഫ്രിയെയും കൊണ്ട് അവൻ ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തേക്ക് പോയി. താൻ വരുന്ന വഴിക്ക് എന്തിനെയോ ഇടിച്ചെന്നും അതൊരു മാൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനാണ് പോകുന്നതെന്ന് അവൻ കൂട്ടുകാരനോട് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോ റോഡിന്റെ മറുവശത്ത് ഒരു കുട്ടി കിടക്കുന്നത് അവർ കണ്ടു. ഇത് ഹനീഫിനെ ഒരുപാട് സങ്കടപ്പെടുത്തി. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോ കാട്ടിനുള്ളിൽ ഒരു ബസ് കിടക്കുന്നത് അവൻ കണ്ടു. ബസ്സിൽ കയറി നോക്കിയപ്പോ ഓർഫനേജിലെ കുട്ടികളാണ് അതിനുള്ളിൽ ഉള്ളത്. എല്ലാവരും ക്രൂരമായി മരണപ്പെട്ടിരിക്കുവാണ്. ഇത് കണ്ട് അവർ പോലീസിനെ വിവരമറിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫോണിന് സിഗ്നൽ കിട്ടുന്നില്ല. സ്റ്റേഷനിലേക്ക് പോവാനാണെങ്കിൽ ഇവിടുന്ന് 2 മണിക്കൂർ എടുക്കുകയും ചെയ്യും. അവരതുകൊണ്ട് കാറിടിച്ച കുട്ടിയെയും എടുത്തുകൊണ്ട് ഓർഫനേജിലേക്ക് തിരിച്ചു. ഓർഫനേജിലെ ലാൻഡ് ഫോണിൽ നിന്ന് കോൾ ചെയ്യാമെന്ന് കരുതിയാണ് അവര് പോയത്. ബാക്കി എല്ലാവരും ഇതൊന്നും അറിയാതെ ഫുഡ് കഴിച്ചോണ്ടിരുന്നു. പക്ഷേ ജെഫ്രിന്റെ ഭാര്യയുണ്ടല്ലോ ലിന, അവള് ഡയറ്റിലാണെന്ന് പറഞ്ഞ് ഒന്നും കഴിച്ചില്ല. സ്വയം തനിക്ക് നല്ല തടിയുണ്ടെന്ന ആ ഒരു കാഴ്ചപ്പാടാണ് അവൾക്കുള്ളത്. ഹക്കി റാണിയോട് മിറയുടെ ഫോട്ടോ കണ്ട കാര്യം പറഞ്ഞു. നിനക്ക് അത്ര ഇൻട്രസ്റ്റ് ആണെങ്കിൽ പഴയ ഒരു വീഡിയോ ഇരിപ്പുണ്ട്, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അത് കാണിച്ചു തരാം എന്ന് റാണി പറഞ്ഞു. ഇവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നത് നോക്കി നിൽക്കുവാണ് സിറ്റി. മമൻ അവളെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിച്ചു. ഹക്കി തന്റെ ക്യൂരിയോസിറ്റി അടങ്ങാനാവാതെ സിറ്റിയോട്, ആന്റി ഒരു കാര്യം ചോദിച്ചാൽ വിഷമമാവില്ലല്ലോ? ആന്റിയുടെ മുഖത്ത് എന്താ പറ്റിയേ? അതോ, ഞാൻ പണ്ട് കുട്ടിയായിരുന്നപ്പോ കയ്യിലിരുന്ന ചൂടുവെള്ളം കയ്യിന്ന് വീണ് പുള്ളിയതാണ്. ആണോ? നിങ്ങളെ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞ് സിറ്റിയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് ഹക്കി അവിടുന്ന് പോയി. സിറ്റിയുടെ മൂഡ് ഓഫ് ഒക്കെ അതോടെ മാറുകയും ചെയ്തു. രാത്രി ആരും കാണാതെ റാണി ഒരു വീഡിയോ ഹക്കിക്ക് കാണിച്ചു കൊടുത്തു. അതിൽ 2 കാലും മുടന്തി നടക്കുന്ന മിറയെ കാണാം. മിറ കുഞ്ഞായിരുന്നപ്പോ അവരുടെ അച്ഛൻ മിറയുടെ കരച്ചില് സഹിക്കാൻ വയ്യാണ്ട് കാല് പിടിച്ചൊടിച്ചതാണെന്ന് റാണി അവന് പറഞ്ഞു കൊടുത്തു. അവൻ പേടിക്കുമെന്ന് പറഞ്ഞ് അവൾ ഫുൾ വീഡിയോ അവന് കാണിച്ചു കൊടുത്തില്ല. ഈ സമയം കൊണ്ട് ഹനീഫും ജെഫ്രിയും തിരിച്ചെത്തി. ഇത് കണ്ട ആന്റോൺ, നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അവനോട് ഡിക്കിയിൽ നോക്കാം ജെഫ്രി പറഞ്ഞു. അതിലൊരു കുട്ടി കിടക്കുന്നത് കണ്ട് ആന്റോണിന് ആകെ ടെൻഷനായി. എടാ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? ആരാ അത്? അപ്പോ നടന്ന കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു. ഓർഫനേജിലെ ലാൻഡ് ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോ ആരേലും പോലീസ് സ്റ്റേഷൻ വരെ പോയി കാര്യം പറയണം. ആന്റോണ് താൻ തന്നെ പോയി പറയാം, ഇത് അതുവരെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് കാറും എടുത്തു പോയി. ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നത് നാദിയ റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കിലോമീറ്റർ 81-ലാണ് ബസ് കിടന്നത്. ആന്റോ ഇവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ അവിടെ കാർ നിർത്തി അങ്ങോട്ട് കയറി നോക്കി. അവൻ നോക്കിയപ്പോ ബസ്സിനുള്ളിൽ ആ കുട്ടികളൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്നാണ് ബസ്സിന്റെ ഡോറ് പുറത്തുനിന്ന് ലോക്കാവുന്നത്. ഇത് കണ്ട് അവൻ അവിടെ കിടന്ന് അലറാൻ തുടങ്ങി. പുറത്ത് കറുത്ത വസ്ത്രം ധരിച്ച എന്തോ ഒന്നിനെ കണ്ട് അവൻ പേടിച്ച് തിരിച്ചു നടന്നപ്പോ ബസ്സിനുള്ളിൽ കിടന്ന ഒരു മുട്ട പൊട്ടി. ഓർഫനേജിലെ ഒരു പൈപ്പിന്റെ ഉള്ളിൽ നിന്നും ചോരയൊഴുകി. തലയില്ലാത്ത ഒരു കോഴിയുടെ ജഡം മുകളിൽ നിന്ന് താഴെ വന്നു വീണു. തിരിച്ചു വന്ന ജെഫ്രി ആകെ ടെൻഷൻ അടിച്ചിരുന്നു. അപ്പോ ശൃംഗരിക്കാൻ വന്ന ഭാര്യയെ അവൻ മൈൻഡ് ചെയ്തില്ല. ഇത് കണ്ട് ലിന, ഞാൻ തടിച്ച് ആയോട്ടല്ലേ നിനക്ക് എന്നോട് സ്നേഹമില്ലാത്തതെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പോയി. അവളപ്പോ ഹാളിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന ആപ്പിള് മുറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് അവിടുത്തെ കണ്ണാടിയിൽ തന്റെ റിഫ്ലക്ഷൻ അവൾ ശ്രദ്ധിക്കുന്നത്. കണ്ണാടിയിൽ താൻ തടിച്ചിരിക്കുന്നത് കണ്ട് അവൾ കത്തിവെച്ച് വയറ്റിലെയും കഴുത്തിലെയും തൊലി അടർത്തി മാറ്റി. പുറത്തേക്ക് വന്ന ജെഫ്രി ദേഹത്താകെ ചോരയായി കത്തിയും പിടിച്ച് നിൽക്കുന്ന ലിനയെ കണ്ടു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. മറുവശത്ത് ഈവ തന്റെ ബെഡിൽ കിടക്കുമായിരുന്നു. പെട്ടെന്ന് റൂമിനുള്ളിൽ നിന്ന് കുറച്ച് പഴുതാര അവളുടെ ദേഹത്തേക്ക് വന്നു വീണു. അത് ദേഹത്തൂടെയെല്ലാം ഇഴഞ്ഞിഴഞ്ഞ് അവളുടെ വായിലേക്ക് കയറി. അവൾ വേഗം ഹാളിലേക്ക് പോയി. മമൻ അവക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ തന്റെ തൊണ്ടയിൽ എന്തോ ഉണ്ട് എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. അപ്പോൾ ലിനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ജെഫ്രിയും അങ്ങോട്ട് വന്നു. ശബ്ദം കേട്ട് ഹനീഫും നാദിയയും അവിടേക്ക് വന്നു. ഈവ ഒരുപാട് പഴുതാരയെ ശ്രദ്ധിച്ചു.
അവളുടെ തൊലിപ്പുറത്ത് പഴുതാരകൾ ഇഴയുന്നത് കണ്ട് ഭ്രാന്ത് പിടിച്ച് കൈ മാന്തി പൊളിക്കാണിവ. അവരെ രണ്ടുപേരെയും പൊക്കിക്കൊണ്ട് കാറിലിരുത്തി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അവരെല്ലാവരും കൂടെ പോവാണ്. എന്നാൽ എത്ര ഓടിച്ചിട്ടും അവർക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ നാദിയയ്ക്ക് മനസ്സിലായി അവരൊരു സർക്കിളിൽ എന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവർക്ക് 81 കിലോമീറ്റർ കഴിഞ്ഞ് പോവാനേ സാധിക്കുന്നില്ല. അപ്പോൾ ജെഫ്രി, ഹനീഫ് വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കുകയാണല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഒന്നും മനസ്സിലാവാതിരുന്ന നാദിയയ്ക്ക് താൻ ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന ആ രഹസ്യം ഹനീഫ് പറയാൻ തുടങ്ങി. 25 വർഷങ്ങൾക്ക് മുന്നേ ഓർഫനേജിലെ ഒരു റൂമിൽ തീ പിടിച്ചു. അതിൽ 3 പെൺകുട്ടികൾ മരണപ്പെട്ടു. ഞങ്ങൾക്ക് മീറ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നുണ്ടെന്ന് അധികം വൈകാതെ മനസ്സിലായി. ബലി കൊടുക്കാനായി അവൾ ആ പെൺകുട്ടികളെ തീയിട്ടതായിരുന്നു. ഞങ്ങൾ പേടിച്ച് അവിടെ നിന്നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ കറങ്ങി ഞങ്ങൾ ഓർഫനേജിൽ തന്നെ എത്തിക്കൊണ്ടിരുന്നു. അവസാനം ബണ്ടി മിറയെ പിടിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവരെ റൂമിലിട്ടടച്ചു. അവൾ തലവെച്ച് ഡോറിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഡോറ് തുറന്നപ്പോൾ അവര് മരിച്ചിരുന്നു. ബണ്ടി പറഞ്ഞ പ്രകാരം ഞങ്ങൾ 3 പേരും അവളെ അതേ റൂമിൽ തന്നെ കുഴിച്ചിട്ടു. ഈ കാര്യങ്ങളൊക്കെ മമനും സിത്തയും കാണുന്നുണ്ടായിരുന്നു. ഇനി വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് ഓർഫനേജിലേക്ക് തന്നെ പോയേ പറ്റൂ എന്ന് നാദിയയ്ക്ക് മനസ്സിലായി. മറുവശത്ത് ഹസ്ബി മറ്റാരോ കൈപിടിച്ച് ചെയ്യിക്കുന്നത് പോലെ റൂമിലിരിക്കുന്ന സ്റ്റാപ്ലർ വെച്ച് അവന്റെ വായ പിൻ ചെയ്തു. അവൻ എത്ര റെസിസ്റ്റ് ചെയ്തിട്ടും ആ അദൃശ്യ ശക്തി അത് നിർത്തിയില്ല. ഹക്കിയാണിൽ റാണി തിരിച്ചു വെച്ച ആ കാസറ്റ് വീണ്ടും ടിവിയിലിട്ട് വീഡിയോ കാണാൻ തുടങ്ങി. വീഡിയോയിൽ തന്റെ നേരെ വന്ന് നിൽക്കുന്ന മിറയെ അവൻ കണ്ടു. അവൻ പേടിച്ച് ഹസ്ബിയെ അവിടെ എല്ലാം നോക്കി. അവസാനം വായെല്ലാം പിൻ ചെയ്ത നിലയിലിരിക്കുന്ന ഹസ്ബിയെ കണ്ട് അവൻ പേടിച്ചു. ഹസ്ബിയെ കൊണ്ട് മറ്റാരോ തോക്കുവെച്ച് ഹക്കിയെ വെടിവെക്കാൻ ശ്രമിച്ചു. ഹസ്ബിക്ക് അത് തടയാനേ പറ്റുന്നില്ല. 2 ബുള്ളറ്റ് ഹക്കിയുടെ ദേഹത്ത് കൊണ്ടു. ഹക്കി വേദനിച്ച് അമ്മയും അച്ഛനെയും വിളിച്ച് കരഞ്ഞു. തിരിച്ച് ഓർഫനേജിൽ എത്തിയപ്പോൾ ആന്റോൺ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. നാദിയ തന്റെ മക്കളെ വിളിച്ച് അകത്തേക്കൂടി. അവിടേക്ക് മമനും സിദ്ധിയും റാണിയും വന്നു. എന്റെ മക്കൾ എവിടെയെന്ന് പറഞ്ഞ് നാദിയ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോ സാൻഡിയും ദിനയും അവിടേക്ക് വന്നു. ഹക്കിയെ കാണാനില്ലാത്തോണ്ട് പിള്ളേരെ അവനെ നോക്കാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞു വിട്ടു. ഹനീഫ് വന്നിട്ട് എല്ലാവർക്കും കൂടെ കാറിൽ പോവാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നാദിയ, ആ പിള്ളേര് ടൂറ് കഴിഞ്ഞ് വരുമല്ലോ, അപ്പോൾ ആ ബസ്സിൽ കയറി നമുക്ക് പോവാന്ന് പറഞ്ഞു. വേറെ വഴിയില്ലാതെ നടന്ന കാര്യമൊക്കെ ഹനീഫ് അവരോട് പറഞ്ഞു. ഹക്കിയെ അവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് പിള്ളേര് തിരിച്ചു വന്നു. ഇവയെ ലിനയെ നീ നോക്ക്, ഹക്കിയെ കാണാനില്ല എന്ന് ജെഫ്രിയോട് വന്ന് പറഞ്ഞ് ഹനീഫ് പുറത്തേക്കോടി. എല്ലാ റൂമിലും കയറി അരിച്ചു പറക്കിയിട്ടും ഹക്കിയെ അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ജെഫ്രി കാറിൽ തന്റെ ഭാര്യയെ കാണാത്തോണ്ട് പുറത്തേക്ക് നോക്കിയപ്പോ മണ്ണിൽ നിന്ന് കുറെ പുഴുക്കളെ വാരി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കഴിക്കുവാണ് ലിന. അവൻ വന്ന് നീ എന്താടി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു. അവൾ അപ്പം തന്നെ പിന്നീട് ബോധം കെട്ട് വീണു. ഇതേ സമയം അകത്തു നിന്ന് എന്തോ ശബ്ദം കേട്ട് നാദിയ ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. അത് വന്നത് ബണ്ടി കിടന്ന ബെഡിന്റെ താഴെ നിന്നാണ്. അവിടെ നിന്ന് അവൾക്കൊരു പെട്ടി കിട്ടി. അതിനുള്ളിൽ ചില ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ട് അവൾ കരഞ്ഞുകൊണ്ട് ഹനീഫിന്റെ അടുത്തേക്ക് പോയി. ഫോട്ടോ കണ്ട് അവരും ഷോക്കായി. പണ്ട് ഓർഫനേജിൽ താമസിച്ചിരുന്ന തന്റെ പെൺസുഹൃത്തുക്കളുടെ ഫോട്ടോയാണതെല്ലാം. ബണ്ടി അവരെയൊക്കെ അബ്യൂസ് ചെയ്തതിന്റെ തെളിവാണതെല്ലാം. ഈ കാര്യമൊന്നും വേറെ ആർക്കും അറിയില്ലായിരുന്നു. ആ ഫോട്ടോയുടെ കൂടെ സിറ്റിയുടെ ഫോട്ടോ കണ്ട് തന്റെ മകനെ സിറ്റിയും മമനും ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുവാണെന്ന് ഹനീഫ് കരുതി. അവിടേക്ക് വന്ന മമന്റെ മൂക്കിനൊരു ഇടി കൊടുത്തിട്ട് നിങ്ങളല്ലേ ഇതെല്ലാം ചെയ്തത്, എന്റെ മോൻ എവിടെ എന്ന് ചോദിച്ചു. തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ സിറ്റിയുടെ ഫോട്ടോ അവർക്ക് നേരെ വലിച്ചെറിഞ്ഞു. സിറ്റി കരഞ്ഞുകൊണ്ട് പണ്ട് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. പണ്ട് ബണ്ടി ഓർഫനേജിലെ പെൺകുട്ടികളെയൊക്കെ അബ്യൂസ് ചെയ്തിരുന്നു. നടന്ന കാര്യം പുറത്താരോടും പറയരുത് എന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. അയാളാണ് ആ 3 പെൺകുട്ടികളെ കൊന്നത്. മിറ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് അവർ ബ്ലാക്ക് മാജിക് ചെയ്തത്. ഇത് മനസ്സിലാക്കിയ ബണ്ടി ഓർഫനേജിനെ തീയിട്ട് എല്ലാം മിറയുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അയാൾ തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മുഖം പൊള്ളിച്ചതെന്ന് സിറ്റി പറഞ്ഞു. പേടി കാരണം അവളെ കാര്യങ്ങളൊന്നും മമനോട് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ബാക്കി കുട്ടികളെ സംരക്ഷിക്കാനാണ് ഇപ്പോഴും അവൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് സിറ്റി ഹനീഫിന്റെ കാലിൽ വന്നു വീണു. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാവും.
അപ്പോഴാണ് ഹനീഫിന്റെ കാർ തട്ടിയ ആ കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അവള് മരിച്ചിട്ടില്ലായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരുന്ന ബസ് പെട്ടെന്ന് ആക്സിഡന്റ് ആയി. ബസ്സിനുള്ളിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച ആരോ വന്ന് എന്തോ പറഞ്ഞു. ഇത് കേട്ട് പിള്ളേരെല്ലാം സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ ഹെഡ്സെറ്റ് വെച്ചത് കാരണം അവൾക്കൊന്നും സംഭവിച്ചില്ല. പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടിയ വഴിക്കാണ് ഹനീഫിന്റെ കാറ് അവളെ തട്ടുന്നത്. ഇതെല്ലാം കേട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഹനീഫ് ചെന്ന് ബണ്ടിയുടെ കഴുത്തിന് പിടിച്ചു. നാദിയ അവിടെ വന്ന് അവനെ പിടിച്ചു മാറ്റി. അപ്പോൾ താഴെ വേറൊരു ഫോട്ടോ കിടക്കുന്നത് അവൻ കണ്ടു. അതിലൊരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് കിടക്കുവാണ് മിറ. ആ കുഞ്ഞ് മറ്റാരുമല്ല, മുർണിയാണ്. അന്ന് മിറയെ റൂമിൽ കുഴിച്ചിടുന്നത് മുർണി കണ്ടിരുന്നു. അവൾ അതിനുശേഷമാണ് ഓർഫനേജ് വിട്ടിറങ്ങിയത്. ഹനീഫിന് ഇതിനെല്ലാം പിന്നിൽ മുർണിയാണെന്ന് മനസ്സിലായി. അമ്മയെ കൊന്നതിന് അവൾ പ്രതികാരം തീർക്കുവാണ്. അപ്പോൾ അവിടേക്ക് മുറിവേറ്റ ഹക്കിയെയും കൊണ്ട് വരുവാണ് ഹസ്ബി. ദേഹത്ത് പല സ്ഥലങ്ങളിലായി മുറിവ് പറ്റിയ ഹക്കിയെയും കൊണ്ട് ഹനീഫ പുറത്തേക്ക് ഇറങ്ങിയതും കാറിന്റെ മുകളിൽ നിൽക്കുവാണ് ഇവ. ഇഷ്ടപ്പെട്ടവരെയൊക്കെ നഷ്ടമാകുമ്പോഴുള്ള വേദന ദേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൾ തല കാറിന്റെ ഗ്ലാസ്സിൽ ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ബോധം കെട്ട് വീണു. ഹനീഫ നിർത്ത് മുർണി നിർത്ത് എന്ന് അലറിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് നേരെ മുർണി വന്നു. അവൾ ഹനീഫിനെ നിലത്തേക്കിട്ട് ശ്വാസം മുട്ടിച്ചു. നാദിയ അവളെ ആക്രമിക്കാൻ ചെന്നതും റാണി ഒരു കല്ലെടുത്ത് നാദിയയുടെ തലക്കടിച്ചു വീഴ്ത്തി. റാണി മുർണിയുടെ മോളാണ്. ഇവർ രണ്ടാളുമാണ് ഈ നടന്ന സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ. നാദിയ കണ്ണു തുറന്നപ്പോൾ ഓർഫനേജിന്റെ ഹാളിലാണ്. ഓരോ റൂമിൽ നിന്നും ഉറ്റവരുടെ അലർച്ച കേൾക്കാം. ഒരു റൂമിൽ ഇവയുടെ ദേഹത്ത് നിന്ന് പ്രാണികൾ തുളച്ചു കയറി വരുന്നു. അവളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്ന ജെഫ്രിയുടെ കൈകൾ മടങ്ങി ഒടിഞ്ഞു. മറ്റൊരു റൂമിൽ മമൻ, സിത്തി, ഹസ്ബി, പിന്നെ ആക്സിഡന്റ് പറ്റിയ കുട്ടി. അവരുടെ ദേഹത്തേക്ക് ആസിഡ് വെള്ളം വീണുകൊണ്ടിരുന്നു. സാൻഡി പ്രാണികളെ ഛർദ്ദിച്ചു. ദിനയുടെ ദേഹത്ത് ചാട്ടവാറടികൾ വീണുകൊണ്ടിരുന്നു. ആരെയും രക്ഷിക്കാനാവാതെ നാദിയ പൊട്ടിക്കരഞ്ഞു. മിറയെ അന്ന് കുഴിച്ചിട്ട റൂം തുറന്നിട്ടിരിക്കുന്നത് കണ്ട് നാദിയ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ഒരു കസേരയിൽ ദേഹത്ത് വാള് കുത്തിക്കേറിയിരിക്കുവാണ് ബണ്ടി. ചുറ്റും ഒരുപാട് മെഴുകുതിരികളും. അടുത്തായിട്ട് ഹക്കി ബോധമില്ലാണ്ട് കിടക്കുന്നു. തളർന്നിരിക്കുന്ന ഹനീഫിന്റെ അടുത്തെത്തിയ നാദിയയെ മുർണി മുകളിലേക്ക് എടുത്തെറിഞ്ഞു. എന്റെ അമ്മ എനിക്ക് മുർണി എന്ന് പേരിട്ടു. ബണ്ടിയുടെ അടുത്ത് നിന്ന് അവരെന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ പരാജയപ്പെട്ടു. നിങ്ങളാണ് എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണം. നിങ്ങൾ എല്ലാവരും ഇന്ന് മരിക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മുർണി റൂമിനുള്ളിലേക്ക് കയറി വന്നു. നാദിയ, എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഇവിടുത്തെ കുട്ടികളെ നീ കൊന്നത്? എന്തിനാ നീ എൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നത് എന്ന് മുർണിയോട് ചോദിച്ചു. ആ പിള്ളേരുടെ അച്ഛൻ എൻ്റെ അമ്മയെ കൊന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഈ നശിച്ച സ്ഥലത്ത് ജീവിക്കുന്നാലും ഭേദം മരിക്കുന്നതാണ്. മരിച്ചാൽ നരകമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നരകമാക്കും. നിങ്ങളെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും. ഇത് പറഞ്ഞ് മുർണി ഒരു കത്തി നാദിയയ്ക്ക് കൊടുക്കും. നിന്റെ ഭർത്താവിനെ കൊന്നാൽ നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടാം. ഇത് കേട്ട് നാദിയ കരയാൻ തുടങ്ങി. ഹനീഫും തന്നെ കൊന്ന് മക്കളെ രക്ഷിക്കാൻ നാദിയയോട് പറഞ്ഞു. അപ്പോൾ ബോധം കെട്ട് കിടന്ന ഹക്കി ഒരു കത്തിയെടുത്ത് മുർണിയെ പുറകിൽ നിന്ന് കുത്തി. മുർണിയുടെ ശ്രദ്ധ തിരിഞ്ഞതും നാദിയ തൻ്റെ കയ്യിലിരുന്ന് കത്തി വെച്ച് മുർണിയുടെ തലയറുത്തു മാറ്റി. ഇത് കണ്ട് റാണി കരഞ്ഞുകൊണ്ട് നാദിയയെ അടിക്കാൻ തുടങ്ങി. എന്നാൽ മുർണി മരിച്ചിരുന്നില്ല. നിങ്ങൾ ആരും രക്ഷപ്പെടില്ല, എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്ന് മുർണിയുടെ തല പറഞ്ഞു. തലയില്ലാത്ത അവളുടെ ശരീരം നടന്നു ചെന്ന് ആ തല പഴയതുപോലെ എടുത്തു വെച്ചു. അപ്പോൾ നാദിയ കത്തിച്ചു വെച്ചിരുന്ന ഒരു മെഴുകുതിരി മുർണിയുടെ നേരെ എറിയും. മുറി മുഴുവൻ തീ പടരാൻ തുടങ്ങി. ബണ്ടിയെ റൂമിൽ നിന്ന് രക്ഷിക്കാതെ ബാക്കി എല്ലാവരും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മുർണിയും ബണ്ടിയും അവിടെ വെച്ച് കത്തിച്ചാമ്പലായി. കുറച്ചു നാളുകൾ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്ന ഹക്കിയെ കാത്തു നിൽക്കുകയാവും സിത്തി. അവർ രണ്ടാളും നാദിയയുടെ കാറിൽ കയറി. മമനങ്ങൾ എവിടെ എന്നവൻ ചോദിച്ചു. മമൻ നിനക്ക് വേണ്ടി വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുവാണെന്ന് അവൾ പറഞ്ഞു. അവൾ കണ്ണാടിയിൽ മുർണിയുടെ രൂപത്തെ കണ്ട് പേടിച്ച് പുറത്തേക്കിറങ്ങി. എന്നാൽ പുറത്ത് ആരെയും കണ്ടില്ല. തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി അവൾ അവിടെ നിന്ന് പോയി. ഓർഫനേജിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അകത്തെ റൂമിൽ നിന്ന് മീറയുടെ കരച്ചിലും ശബ്ദങ്ങളും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിച്ചു.